ഒരു സയൻസ് ഫിക്ഷൻ കോമഡി പടം വ്യത്യസ്തമായി എന്തെല്ലാം ട്രൈ ചെയ്യാമോ അതെല്ലാം ഏറ്റവും രസകരമായി ചേർത്തെടുത്തിട്ടുള്ള ഒരു ചിത്രം. അതാണ് ഗഗനചാരി. ഇങ്ങനെ ഒരു സിനിമ ആലോചിച്ചതിനും എക്സിക്യൂട്ട് ചെയ്തതിനും ഗഗനചാരിയുടെ എൻറ്റയർ ടീം ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. എസ്പെഷ്യലി സംവിധായകൻ അരുൺ ചന്തു, തിരക്കഥയുടെ ഭാഗമായിട്ടുള്ള ശിവസായി, പ്രൊഡ്യൂസറായിട്ടുള്ള അജിത് വിനായക ഫിലിംസ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ള കൃഷാന്ത്. കാരണം ഇവരാണ് ഗഗനചാരിയെ ഇങ്ങനെ ഒരുക്കിയെടുത്തതിൽ നെടുന്തൂണായവർ. ഏത് വ്യത്യസ്തമായിട്ടുള്ള റോണറും പരീക്ഷിക്കാൻ പറ്റിയ സമയമാണെന്നും റോണർ ഏതായാലും എൻഗേജിങ് ആയിരിക്കുക എന്നതാണ് മാനദണ്ഡമെന്നും മലയാളത്തിലെ സിനിമാക്കാരും പ്രേക്ഷകരും ഒരുപോലെ പറഞ്ഞതിനെ നെഞ്ചോടെ ഏറ്റിയ ചിത്രമാണ് ഗഗനചാരി എന്ന് പറയാം. 2043 ഡിസ്റ്റോപ്യൻ കേരളത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സിനിമയിലെ ഏലിയനുകളും മറ്റൊരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജികളും എല്ലാം വാഴുന്ന ഒരു പച്ച പുതച്ച ലോകത്താണ് ഈ സിനിമയുടെ പ്ലോട്ട് നടക്കുന്നത്. സാധാരണ നമ്മൾ ഈ ഹോളിവുഡ് ചിത്രങ്ങളിൽ അന്യഗ്രഹജീവികളിലൊക്കെ വണ്ടി ഇറങ്ങുന്നതും അവരുടെ പോർട്ടലുകൾ സ്ഥാപിക്കുന്നതും ആദ്യം ന്യൂയോർക്കിലും പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആണെങ്കിൽ ഇവിടെ അതിനെക്കുറിച്ചെല്ലാം ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും പറിച്ചു നട്ടിട്ടുണ്ട്. ചിത്രത്തിന്റെ ബേസിക് സ്റ്റോറിയും അതിന്റെ പോക്കിൽ കടന്നു വരുന്ന സബ്പ്ലോട്ടുകളും സാഹചര്യങ്ങളും ഒക്കെ നല്ല രസകരമാണ്. ഇത്രയും ക്വർക്കിയും ഡിഫറെന്റുമായി പോകുന്ന ചിത്രം എല്ലാ പോയിന്റിലും എൻഗേജിംഗ് ആയി ചിരിപ്പിച്ചു കൊണ്ടുപോകാൻ അരുൺ ചന്തുവിനും ശിവസായിക്കും കഴിയുന്നുണ്ട്. നമ്മൾ ഈ വാട്ട് വി ഡു ഇൻ ദ ഷാഡോസ് എന്ന തൈക്ക വെയിറ്റിറ്റിയുടെ പടത്തിലൊക്കെ ഒരു മോക്കമെന്ററി സ്റ്റൈൽ കാണുമല്ലോ, അത് മറ്റു പല വർക്കുകളിലും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മോക്കമെന്ററികളുടെ രസമൊക്കെ ഈ ചിത്രം കണ്ടപ്പം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. സയൻസ് ഫിക്ഷനും ഡിസ്റ്റോപ്യനും ആണെങ്കിലും ചിലർക്ക് കൊട്ടുകൊടുക്കാൻ ഈ സിനിമ മറക്കുന്നില്ല. കപട സദാചാരവാദവും പുരുഷാധിപത്യവും ജാതിബോധവും പോലീസിന്റെ ക്രൂരതകളും സർവൈലൻസും പിന്നെ മറ്റധികാരം കൈയാളുന്ന ചില പവർ ഗ്രൂപ്പുകളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. എന്നാൽ സിനിമയുടെ രസച്ചരട് മുറിയാതെ അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇവയൊക്കെ കടന്നു വരുന്നത്. ചില കാര്യങ്ങൾ പറയാൻ ഞാനൊന്ന് സീരിയസ് ആയേക്കാം എന്ന് ഒരു ഘട്ടത്തിൽ ഇതിന്റെ മേക്കർ കരുതിയിട്ടില്ല. എന്നാൽ പറയുന്ന ഒന്നിനും മൂർച്ച കുറയൊന്നുമില്ല. സയൻസ് ഫിക്ഷനൊപ്പം മലയാള സിനിമയിലെ പല കാലഘട്ടങ്ങൾക്കും കൾട്ട് ക്ലാസിക് സിനിമകൾക്കും ഉള്ള ട്രിബ്യൂട്ട് കൂടിയാണ് ശരിക്കും ഗഗനചാരി. ഈ ആസ്പെക്ട് റേഷ്യോ മാറ്റം കടന്നു വരുന്ന ആ ഒരു പോയിന്റ് പോലും അതിന്റെ ഭാഗമാണെന്നാണ് തോന്നിയത്. സിനിമയിലെ അലൻ എന്ന കഥാപാത്രം ഒരു മൂവി ബഫാണ്. എന്തിലും ഏതിലും സിനിമയുടെ റെഫറൻസുകൾ പറയുകയും സിനിമയെ ക്രൂക്കഡായും അല്ലാതെയും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അലൻ എന്ന ക്യാരക്ടർ. പല പഴയ മലയാള സിനിമകളും അലന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലും പോസ്റ്ററുകളിലൊക്കെ കടന്നു വരുന്നുണ്ട്. കൂടാതെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായും ഡയലോഗുകളായും പല പടങ്ങളും വരുന്നുണ്ട്. പഴയ മലയാള സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ നൊസ്റ്റാൾജിയക്കാർക്കും ഒക്കെ ഉള്ള ഒരു വിരുന്ന് ഗഗനചാരിയിലുണ്ട്. ഗഗനചാരിയുടെ പ്രൊഡക്ഷൻ ഡിസൈനും ആർട്ട് വർക്കും വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. അതിഭയങ്കരമായിട്ടുള്ള വിഷ്വൽസ് തന്ന് ഞെട്ടിപ്പിക്കുന്നു എന്നതല്ല, സ്റ്റോറി ആവശ്യപ്പെടുന്ന സിനിമയിൽ കാണികളെ എൻഗേജ്ഡ് ആയിട്ട് നിർത്താൻ സാധിക്കുന്ന വിഷ്വൽസും സെറ്റിങ്സ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മേരാക്കിയുടെ VFX അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് കരുതുന്നു. എം ബാവയുടെ ആർട്ട് ഡയറക്ഷൻ, CJ അച്ചുവിൻ്റെയും അരവിന്ദ് മന്മഥിൻ്റെയും എഡിറ്റിംഗ്, ബൂസി ബേബി ജോണിന്റെ കോസ്റ്റ്യൂം, സുർജിത്ത് സ്പൈയുടെ ക്യാമറ തുടങ്ങി ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസും കയ്യടി അർഹിക്കുന്നുണ്ട്. ശങ്കരൻ, സിദ്ധാർത്ഥൻ എന്നിവരുടെ സൗണ്ട് ഡിസൈനും വിഷ്ണു സുജാതന്റെ സൗണ്ട് മിക്സും ശങ്കർ ശർമ്മയുടെ മ്യൂസിക്കും ചേർന്ന് സിനിമയുടെ ഈ ഒരു ശബ്ദ ലോകത്തെയും നല്ലൊരു ട്രീറ്റാക്കി മാറ്റുന്നുണ്ട്. ഗഗനചാരിയിൽ ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതിൽ മ്യൂറൽ പെയിന്റിങ്സിന്റെ ചില വിഷ്വൽസ് കടന്നു വരുന്നതാണ്. അത് കണ്ടിരിക്കാനും അത് നോക്കി ചിരിക്കാനും അതിന് പോയിന്റ്സ് കണ്ടെത്താനൊക്കെ നല്ല രസമായിരുന്നു. ഈ മ്യൂറൽ പെയിന്റിംഗ് പോലെ കേരളമായിട്ട് വളരെയധികം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പല കാര്യങ്ങൾ സറ്റയറായും കോമഡി രൂപത്തിലും സിനിമയിലുണ്ട്. ആളുകളെ ഈ സിനിമയുടെ പ്ലോട്ടിനോട് കണക്ട് ചെയ്ത് നിർത്തുന്നതിൽ അവ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ചിത്രത്തിൽ മഴ വല്ലാതെ കൂടുന്നത് ഒരു ട്രോമയാണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ പോയിന്റും കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള കുറച്ച് എക്സ്പ്രഷൻസും അത്രയും കോമഡികൾക്കിടയിലും നമ്മളെ പെട്ടെന്നൊന്ന് ഒലിച്ചു കളയും. ഗഗനചാരിയുടെ ട്രെയിലറിൽ നമ്മൾ കണ്ട 4 പേര് തന്നെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽ ഉടനീളം എത്തുന്നത്. ഗണേഷ് കുമാറിന്റെ വിക്ടർ സാർ, ഗോകുൽ സുരേഷിന്റെ അലൻ, അജു വർഗീസിന്റെ വൈബ് എന്നുള്ള വൈഭവ്, പിന്നെ അനാർക്കലി എന്ന ഏലിയൻ, പിന്നെ രാഘവനും ഒരു ഘട്ടത്തിന് ശേഷം ഈ സിനിമയിൽ കടന്നു വരുന്ന മറ്റൊരു ശബ്ദമുണ്ട്. നേരത്തെ പറഞ്ഞ 4 പേരും വിളയാടിയിരുന്ന തട്ടകത്തിൽ ഈ രാഘവനും ശബ്ദവും കൂടെ നല്ലൊരു സ്കോറിങ് നടത്തും. ഗണേഷ് കുമാറിന്റെയും ഗോകുൽ സുരേഷിന്റെയും കരിയറിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന വേഷങ്ങളിൽ ഒന്നായിരിക്കും വിക്ടർ സാറും അലനും. കോമഡി ടൈമിംഗ് കൊണ്ടും എക്സ്പ്രഷൻസ് കൊണ്ടും രണ്ടുപേരും ഗംഭീരാക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്തൊരു വേഷമാണെന്നത് കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ ഭംഗി കൂട്ടുന്നത്. സുരേഷ് ഗോപി എന്ന നടനെ ഇന്റൻഷനലായും അല്ലാതെയും ഓർമ്മിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ ഈ ചിത്രത്തിൽ ഗോകുലിനുണ്ട്. അവയെല്ലാം ഒട്ടും ഫോഴ്സ്ഡ് അല്ലാത്തത് ചിരിക്കാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അജു വർഗീസ് വൈബിനെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം വേഷങ്ങൾ നേരത്തെയും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്.
അനാർക്കലിയുടെ ദി ഏലിയൻ, ഈ ഏലിയനെ ഇതിനകത്ത് അലൻ എന്നുള്ള ക്യാരക്ടർ വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു. അത് തിയേറ്ററിനെ മൊത്തം ഒരു നിമിഷം പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനാർക്കലിയുടെ വേഷം ഏലിയൻ എക്സ്പ്രഷൻസിലൂടെയാണ് എല്ലാം കൺവേ ചെയ്യുന്നത്, ഡയലോഗുകളില്ല. ഈ എക്സ്പ്രഷൻസ് എല്ലാം നടി മനോഹരമാക്കിയിട്ടുണ്ട്. സിനിമയിലെ ഡോക്യുമെന്ററിക്കാരും പോലീസും കുറച്ച് ഭാഗങ്ങളിൽ ഉള്ളവർ വരുന്നത്, അവരും ആ സീനുകളൊക്കെ നൈസാക്കിയിട്ടുണ്ട്. ഗഗനചാരിയെ കുറിച്ചിട്ട് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇനി കുറേ പറയാൻ കാണും. ഓരോ സീനിലും സറ്റയർ ആയിട്ടും അല്ലാതെയും പറഞ്ഞിരിക്കുന്നതും പറയാതെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. സിനിമ കണ്ടവർ തീർച്ചയായിട്ടും ഇതിൽ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കണം.